നമസ്കാരം. ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയം സമ്മാനിച്ചിട്ടും CPIM എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അടിത്തറ പോലും ഇല്ലാതാകുന്ന രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിട്ടും ഈ പാർട്ടിയെ ഈ ഗതികെട്ട അവസ്ഥയിലെത്തിച്ച പിണറായി വിജയൻ്റെ നീരാളിപ്പിടുത്തത്തിൽ നിന്നും പാർട്ടിയെ വിമുക്തമാക്കാൻ പാർട്ടി നേതൃത്വത്തിനോ അണികൾക്കോ കഴിയുന്നില്ല. അണികൾ ശബ്ദിച്ചു തുടങ്ങിയപ്പോൾ തന്നെ അവരെ നിശബ്ദരാക്കി റിപ്പോർട്ടിംഗ് സിസ്റ്റം അടച്ചുപൂട്ടി. നേതാക്കളായി തെരഞ്ഞെടുത്തവരൊക്കെ പിണറായിയുടെ ക്രോണികളായതുകൊണ്ട് അവർക്ക് പിണറായി പറയുന്നതിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ ഇപ്പോഴും കഴിയുന്നില്ല. പ്രതിപക്ഷ നേതാവ് എന്ന സുപ്രധാനമായ പദവിയിൽ കാര്യത്തെക്കുറിച്ചൊരു ധാരണയുമില്ലാതെ പിണറായി കയറിയിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്ന ഗതികെട്ട അവസ്ഥയിൽ CPM-നെ കുറിച്ചുള്ള ആശങ്ക പാർട്ടി അണികൾക്കുണ്ട്. മാസങ്ങൾക്ക് മുമ്പ് VD സതീശൻ സർക്കാർ ചുമതലയേറ്റ ഉടൻ തന്നെ സാമ്പത്തിക ധവളപത്രം പുറപ്പെടുവിച്ചെങ്കിലും അതേക്കുറിച്ച് ഇന്നാണ് പിണറായി വിജയൻ ആധികാരികമായി സംസാരിക്കുന്നത്. ബജറ്റിനെ കുറിച്ച് പിണറായി ചോദിച്ച ഓരോ ചോദ്യത്തിനും കുറിക്കുകൊള്ളുന്ന ഉത്തരം നൽകി മൂലയ്ക്കിരുത്താൻ VD സതീശന് കഴിഞ്ഞു. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ തൊടുന്നതെല്ലാം അബദ്ധമായി മാറുന്ന ഒരു പരാജിതനായി ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുന്നു പിണറായി വിജയൻ. അതിനിടയിൽ പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര കലഹം രൂക്ഷമാകുന്നു. കണ്ണൂരിലെ CPM-ന്റെ പിടിയെക്കുറിച്ചുള്ള തർക്കങ്ങൾ അതിശക്തമാണ്. KK രാഗേഷ് എന്ന പിണറായിയുടെ വിശ്വസ്തൻ സീനിയോറിറ്റി മറികടന്ന് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയായി കണ്ണൂരിലേക്ക് എത്തിയപ്പോൾ മുതൽ ആരംഭിച്ചിരുന്ന ആശയക്കുഴപ്പം ഇപ്പോഴും തുടരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ രാഗേഷ് പ്രൈവറ്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്ന കാലത്ത് 2 വനിതാ IAS-കാരുമായി ഉണ്ടായിരുന്ന വ്യത്യസ്തമായ ബന്ധങ്ങളെ ചൊല്ലിയാണ് വാസ്തവത്തിൽ അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നത്. ഒരു വനിതാ IAS-കാരിയുമായി വഴിവിട്ട ബന്ധം എന്ന തരത്തിൽ ആരോപണങ്ങൾ ഉയരുന്നതിനിടയിലാണ് മറ്റൊരു വനിതാ IAS ഉദ്യോഗസ്ഥയുമായി ബന്ധമുണ്ട് എന്ന് ആ ഉദ്യോഗസ്ഥയുടെ ഭർത്താവ് മുഖ്യമന്ത്രിയെ അറിയിക്കുന്നത്. ഇതിൽ ഒരു വനിതാ IAS ഓഫീസറുടെ ഭർത്താവ് മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് പരാതിപ്പെട്ടതിനെ തുടർന്നായിരുന്നു രാഗേഷിനെ കണ്ണൂരിലേക്ക് പ്രൊമോഷൻ കൊടുത്ത് ജില്ലാ സെക്രട്ടറിയായി മാറ്റിയത്. ഇപ്പോഴും ചില വിഷയങ്ങളിൽ രാഗേഷ് നടത്തുന്ന അഭിപ്രായ പ്രകടനങ്ങൾ ഇതിലൊരു വനിതാ IAS ഉദ്യോഗസ്ഥയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെ വഞ്ചിച്ചതിന് പണി കൊടുക്കാനാണ് എന്ന് റിപ്പോർട്ടുണ്ട്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് CPM-ന്റെ കണ്ണൂരിലെ വനിതാ നേതാക്കൾ തന്നെ രാഗേഷിന്റെ നിലപാടിനെ തള്ളി രംഗത്തെത്തിയത്. അങ്ങനെ അടിമുടി ചീഞ്ഞു നാറുന്ന അവസ്ഥയിലേക്ക് CPM മാറിക്കൊണ്ടിരിക്കുന്നു. ഇതിനിടയിലാണ് പാർട്ടി പ്രവർത്തകർ പുതിയൊരു വിഷയവുമായി രംഗത്ത് വരുന്നത്. എന്തിനാണ് 25 സഖാക്കൾ കഴിഞ്ഞ 39 ദിവസമായി ജയിലിൽ കഴിയുന്നത്? സമരം നടത്തിയതിനോ പാർട്ടിയുടെ ചരിത്രവും പാരമ്പര്യവും സംരക്ഷിക്കാൻ വേണ്ടി പ്രയത്നിച്ചതിനോ അല്ല. നേരെ മറിച്ച് പിണറായി വിജയൻ്റെ മകൾ മോഷണം നടത്തിയപ്പോൾ അതിനെ സംരക്ഷണ വലയമൊരുക്കാൻ പാർട്ടി നേതൃത്വം ആവശ്യപ്പെട്ടതിനാണ്. എന്നിട്ടിപ്പോൾ പാർട്ടി പോലും അത് മകളുടെ കാര്യം മാത്രമാണ്, അതിൽ പാർട്ടി ഇടപെടേണ്ട എന്ന നിലപാടെടുത്തു. അങ്ങനെ ഒരു നിലപാട് പാർട്ടിക്ക് ആദ്യമേ ഉണ്ടെങ്കിൽ എന്തിനാണ് തങ്ങളെ വിളിച്ചു വരുത്തിയത് എന്ന് ചോദിക്കുകയാണ് കഴിഞ്ഞ 1.5 മാസമായി ജയിലിൽ കിടക്കുന്ന സഖാക്കൾ. ജയിലിൽ കിടക്കുന്ന 2 സഖാക്കളുടെ ഭാര്യമാർ പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തി ബഹളം വെച്ചതായി റിപ്പോർട്ടുണ്ട്. ജില്ലാ സെക്രട്ടറി ജോയി സഹായിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സംസ്ഥാന നേതൃത്വം കൈമലർത്തുന്നു. KK ശൈലജ ടീച്ചർ ഒഴികെ പാർട്ടിയുടെ ഒരു മുതിർന്ന നേതാവും ഇതുവരെ ഈ ജയിലിൽ കിടക്കുന്നവരെ കാണാൻ പോലും എത്തിയിട്ടില്ല. പിണറായി വിജയൻ്റെ മകൾക്ക് വേണ്ടി 1.5 മാസമായി ജയിലിൽ കിടക്കുന്ന സഖാക്കളെ കാണാൻ എന്തുകൊണ്ടാണ് പിണറായി വിജയൻ ഇതുവരെ ശ്രമിക്കാത്തത് എന്ന ചോദ്യം ജയിലിൽ കിടക്കുന്ന സഖാക്കളുടെ കുടുംബാംഗങ്ങൾ ചോദിക്കുന്നത്. അവരാരും സ്വമേധയാ പോയി തലവെച്ചു കൊടുത്തതല്ല. ED പിണറായി വിജയൻ്റെ വീട് വളഞ്ഞിരിക്കുന്നു, പിണറായിയുടെ മകളെ ചോദ്യം ചെയ്യുന്നു, അത് രാഷ്ട്രീയമാണ്, അതുകൊണ്ട് ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞ് പാർട്ടി ജില്ലാ നേതൃത്വം മെനക്കെട്ടിരുന്ന് വിളിച്ചു വരുത്തിയതാണ് സഖാക്കളെയെല്ലാം. അവരുടെ കുടുംബാംഗങ്ങൾ തടഞ്ഞതാണ്. ഇത് അഴിമതി കേസാണ്, നാറ്റ കേസാണ്, അങ്ങോട്ട് തിരിഞ്ഞു നോക്കരുതെന്ന്. പക്ഷെ എന്നിട്ടും പാർട്ടി ജില്ലാ നേതൃത്വം വിളിച്ചപ്പോൾ വരാതിരിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് സഖാക്കൾ ഓടിയെത്തി. ഇങ്ങനെ ഓടിയെത്തിയ സഖാക്കളെ പാർട്ടി നേതൃത്വം തന്നെ പ്രേരിപ്പിച്ചാണ് കല്ലെറിയൽ നാടകം നടത്തുന്നത്. ED ഉദ്യോഗസ്ഥരുടെ വാഹനം തകർക്കുകയും ജീവനക്കാരെ ആക്രമിക്കുകയും ചെയ്തതോടെ നിരനിരയായി ഇവരെല്ലാം ജയിലിലായി. മ്യൂസിയം പോലീസ് SHO ഇടത് യൂണിയന്റെ പ്രസിഡന്റ് ആയതുകൊണ്ട് തന്നെ എല്ലാവരുടെയും മേൽ നിസ്സാര കുറ്റങ്ങൾ ചുമത്തി തലയൂരും എന്ന പ്രതീക്ഷയായിരുന്നു ഉണ്ടായിരുന്നത്. മാത്രമല്ല EDയെ സംരക്ഷിക്കാൻ VD സതീശൻ്റെ സർക്കാർ ശ്രമിക്കുമെന്നും കരുതിയില്ല. അതുകൊണ്ട് തന്നെ നിസ്സാര കുറ്റകൃത്യം ചുമത്തി ഇവരെല്ലാം പുറത്തു വരും എന്ന് കരുതുകയും അതിനനുസരിച്ച് ചില നീക്കങ്ങൾ നടത്തുകയും ചെയ്തെങ്കിലും അതെല്ലാം പൊളിഞ്ഞുപോയി. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ ED കൂടി കക്ഷി ചേരുകയും
ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും പാർട്ടി നേതാക്കളെ കൂടി പ്രതി ചേർക്കണം എന്ന നിലപാടിലേക്ക് മാറുകയും ചെയ്തതോടെ ഈ എല്ലാ പ്രതികൾക്കും ജാമ്യം നിഷേധിക്കപ്പെടുന്നു. കഴിഞ്ഞ 39 ദിവസമായി ഇവർ ജയിലിലാണ് എന്ന് മാത്രമല്ല, തെളിവെടുപ്പ് എന്ന പേരിൽ പാർട്ടി സഖാക്കളെ കൈവിലങ്ങ് വെച്ചുകൊണ്ട് പ്രകടനം നടത്തുന്നതും പാർട്ടി അണികളിൽ അതൃപ്തി ഉണ്ടാക്കുന്നുണ്ട്. തിരുവനന്തപുരത്തെ CPM-ന്റെ ഏറ്റവും ശക്തനായ നേതാവാണ് പാളയം ലോക്കൽ സെക്രട്ടറി IP ബിനു. സാധുവായ മനുഷ്യനാണ്. 1 രൂപ ധനസമ്പാദനം നടത്തിയതായി അറിയില്ല. പക്ഷെ പാർട്ടിക്ക് വേണ്ടി ഏതറ്റം വരെ പോയി പോരാടും. അതുകൊണ്ട് തന്നെ കണ്ണൂരിലെ ജയരാജൻ്റെ ഇമേജാണ് തിരുവനന്തപുരത്തെ IP ബിനുവിനെ. IP ബിനുവിനെ പോലെ ആത്മാർത്ഥതയുള്ള ഒരു പാർട്ടിക്കാരൻ തിരുവനന്തപുരത്തില്ല എന്നാണ് ബിനുവിനെ അറിയാവുന്നവർ പറയുന്നത്. കൂടെ നിൽക്കുന്നവർക്ക് വേണ്ടി ചങ്കു പറിച്ചു കൊടുത്ത് ബിനു സഹായമെത്തിക്കും. ആ ബിനുവും 39 ദിവസമായി ജയിലിലാണ്. മാത്രമല്ല, ബിനുവിനെ ഇന്നലെ തെളിവെടുപ്പിന് വേണ്ടി കൊണ്ടുവന്നത് കൈവിലങ്ങ് വെച്ചുകൊണ്ടായിരുന്നു. ബിനുവിനെ മാത്രമല്ല, SFIയുടെ സംസ്ഥാന സെക്രട്ടറി നന്ദനെയും കൈവിലങ്ങ് വെച്ചുകൊണ്ട് തെളിവെടുപ്പിന് കൊണ്ടുവന്നു. ഓർക്കണം, IP ബിനു കഴിഞ്ഞ വർഷം വരെ തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലറായിരുന്നു. അങ്ങനെ തിരുവനന്തപുരത്തെ പാർട്ടിയുടെ മുഖമായി മാറിയ IP ബിനുവിനെ കൈവിലങ്ങ് വെച്ചുകൊണ്ട് നഗരത്തിലൂടെ നടത്തുമ്പോൾ പാർട്ടി നേതാക്കൾ എന്തുകൊണ്ടാണ് തിരിഞ്ഞു നോക്കാത്തത്? അതേസമയം 19 കേസുകളിൽ പ്രതിയായി തിരുവനന്തപുരം നഗരസഭാ കൗൺസിലർ R സുഗതനെ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നത് ഒരു കൈവിലങ്ങുമില്ലാതാണ്. റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പോലും കൈവിലങ്ങുണ്ടായിരുന്നില്ല. ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സഖാക്കൾ പാർട്ടി നേതൃത്വത്തിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. സഖാക്കൾ കോപത്തോടെ ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് ജയിലിൽ കിടക്കുന്ന സഖാക്കളെ ഒന്ന് കാണാൻ പോലും പിണറായി വിജയൻ കൂട്ടാക്കാത്തത് എന്നാണ്. പിണറായിയുടെ മകൾക്ക് വേണ്ടി ജയിലിൽ കിടക്കുന്നു. പക്ഷെ പിണറായി വിജയനെ അവിടെ വരെ വന്ന് ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും തോന്നിയില്ല. പാർട്ടി അണികളും പ്രാദേശിക നേതാക്കളും ക്ഷുഭിതരാണ്. ഇത് തുറന്നു പറയാൻ കഴിയില്ലാത്തതുകൊണ്ട് സർക്കാരിനെതിരെ ശബ്ദമുയർത്തുക മാത്രമാണ് ഇവർ ചെയ്യുന്നതെങ്കിലും ഇവരുടെ ഉള്ളിലെ അസ്വസ്ഥത ശക്തമാണ്. കോടിയേരി ബാലകൃഷ്ണ മകൻ ബിനീഷ് കോടിയേരി അതുകൊണ്ടാണ് ഇങ്ങനെ കുറിച്ചത്. IP ബിനുവിനെ വിലങ്ങണിയിച്ച് ആശുപത്രിയിൽ എത്തിച്ചത് നിയമ നടപടിയല്ല, ഭരണകൂടത്തിന്റെ രാഷ്ട്രീയ പകപോക്കലാണ്. കടുത്ത പ്രമേഹബാധയെ തുടർന്ന് കാലുകളിൽ മരവിപ്പ് അനുഭവിക്കുന്ന മുൻ ജനപ്രതിനിധിയും ഇടതുപക്ഷ പ്രവർത്തകനുമായ IP ബിനുവിനെ ചൊവ്വാഴ്ച തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചത് കൈവിലങ്ങറിയിച്ചാണ്. ഒരു രോഗിയെ ചികിത്സയ്ക്കായി ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ പോലും മനുഷ്യാവകാശം മാനുഷിക പരിഗണനയും മറന്നുള്ള ഈ നടപടി പ്രതിഷേധാർഹമാണ്. IP ബിനു ഗുണ്ടാക്ട് കേസിലെ പ്രതിയോ പിടിച്ചുപറ കേസിലെയോ സ്ത്രീപീഡന കേസിലെ പ്രതിയല്ല. ഒരു രാഷ്ട്രീയ കേസിലെ പ്രതിയോടാണ് ഇത്തരത്തിലുള്ള അപമാനകരമായ പെരുമാറ്റം സ്വീകരിക്കുന്നത്. ഇതേ കേരളത്തിൽ ഗുരുതര ക്രിമിനൽ ആരോപണങ്ങൾ നേരിടുന്ന രാഷ്ട്രീയ നേതാക്കളെ വിലങ്ങണിയിക്കാതെ കൊണ്ടുപോയ സംഭവങ്ങൾ നാം കണ്ടിട്ടുണ്ട്. കാപ്പ കേസിലെ പ്രതികളോടും സമാനമായ സമീപനമാണ് പലപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത്. AKG സെൻറ്റർ ബോംബ് കേസിലെ പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയപ്പോഴും ഇത്തരം ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് IP ബിനുവിൻ്റെ കാര്യത്തിൽ മാത്രം ഈ ഇരട്ടത്താപ്പ്? നിയമത്തിന് മുൻപിൽ എല്ലാവരും തുല്യരാണെങ്കിൽ രാഷ്ട്രീയ നിലപാടിൻ്റെ പേരിൽ മാത്രം ഒരാളെ തെരഞ്ഞെടുത്ത് അപമാനിക്കാനുള്ള സമീപനം എന്താണ് സൂചിപ്പിക്കുന്നത്? ഇടതുപക്ഷ പ്രവർത്തകരെ ലക്ഷ്യമിട്ട് ഭീഷണിപ്പെടുത്തുകയും അപമാനിക്കുകയും മനോവീര്യം തകർക്കുകയും ചെയ്യുന്ന ഭരണകൂടത്തെ പ്രതികാര രാഷ്ട്രീയത്തിൻ്റെ മറ്റൊരു മുഖമാണ് ഈ സംഭവം. നിയമത്തിൻ്റെ മറവിൽ രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടുന്ന പ്രവണത ജനാധിപത്യത്തിന് യോജിച്ചതല്ല. രാഷ്ട്രീയ കേസിലെ പ്രതികൾക്ക് സാധാരണ ലഭിക്കുന്ന നിയമപരവും മാനുഷികവുമായ പരിഗണന മാത്രം IP ബിനുവിന് ലഭിക്കണം. അതിലധികം പ്രത്യേക പരിഗണന ആരും ആവശ്യപ്പെടുന്നില്ല. എന്നാൽ പ്രതികാര ബുദ്ധിയോടെ അപമാനിക്കുന്ന സമീപനം അംഗീകരിക്കാനാവില്ല. ഇടതുപക്ഷ പ്രവർത്തകർ ലക്ഷ്യമാക്കിയുള്ള ഭരണകൂട വേട്ടയും രാഷ്ട്രീയ പകപോക്കലും അവസാനിപ്പിക്കണം. നിയമം പ്രതികാരത്തിനുള്ള ആയുധമല്ല, നീതി ഉറപ്പാക്കാനുള്ള സംവിധാനമാണ്. ഇങ്ങനെ ബിനീഷ് കോടിയേരി കുറിച്ചത് ഭരണകൂടത്തിനെതിരെയാണെങ്കിലും ഇതേക്കുറിച്ചൊന്നും കമാന്നൊരക്ഷരം പറയാത്ത പിണറായി തന്നെയാണ് ലക്ഷ്യം എന്ന് വ്യക്തം. പിണറായി വിജയൻ എന്തുകൊണ്ടാണ് IP ബിനുവിനെയോ ജയിലിൽ കിടക്കുന്ന സഖാക്കളെയോ ഇതുവരെ തിരിഞ്ഞു നോക്കാത്തത്? സഖാക്കളും അവരുടെ കുടുംബാംഗങ്ങളും വൈകാരികമായ ചോദ്യത്തിന് ഉത്തരം പറയാനുണ്ടോ പാർട്ടി നേതാക്കളെ?